നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്താണ് മെഡിറ്റേഷൻ, പ്രാർത്ഥനയും മെഡിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഈയൊരു വിഷയത്തെപ്പറ്റി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഒരുപാട് പേരുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ചാനലിൽ ചെയ്യുന്ന പല വീഡിയോസിൻ്റെ അടിയിലും വരുന്നൊരു കമൻറ്റാണ്, കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് മെഡിറ്റേഷനിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നറിയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രാർത്ഥനയും മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതാദ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥനയെ തന്നെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതായത് ഒന്ന്, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലൊക്കെ കണ്ടിട്ടുണ്ടാവും, കരഞ്ഞ് നിലവിളിച്ച് കുറേ കുറ്റങ്ങളും നമ്മുടെ കുറേ പരാതികളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുന്നൊരു സ്ഥലമായിട്ട് ഈശ്വരനെ കാണും. ആ രീതിയിലുള്ളൊരു പ്രാർത്ഥന, എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എൻ്റെ കടങ്ങൾ തീർത്ത് തരണേ, എൻ്റെ മകൻ്റെ വിവാഹമായിട്ടില്ല, അല്ലെങ്കിൽ ജോലിയായിട്ടില്ല, മകൾക്ക് വിവാഹമായിട്ടില്ല, വീടായിട്ടില്ല, ഭർത്താവിൻ്റെ കള്ളുകുടി മാറ്റിത്തരണേ, ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും കൊണ്ടുപോയി നിറയ്ക്കുന്നതാണ് ചില ആളുകളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ചില ആൾക്ക് വേണ്ടത് മറ്റുള്ളവരെക്കാളും ഉയർച്ചയാണ്. അതായത്, അടുത്ത വീട്ടിലെ ചേച്ചി എന്നെക്കാളും നല്ല സാരി എടുത്തിട്ടുണ്ട്, അതിനേക്കാളും നല്ല സാരി എനിക്ക് കിട്ടണേ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ മകന് കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്ര ഡൗറി സ്വീകരിച്ചു, അതിനേക്കാളും ഡൗറി എൻ്റെ മകന് കിട്ടണേ, എൻ്റെ മകളുടെ ഭർത്താവിനെക്കാട്ടി ഉയർന്ന ജോലി ഒരിക്കലും വേറെ ആർക്കും കിട്ടല്ലേ. ഇങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്തുകൊണ്ട്, അതായത് എനിക്ക് മാത്രം എല്ലാം കിട്ടണം, മറ്റുള്ളവർക്ക് ഒന്നും വേണ്ട, ചുരുക്കത്തിൽ അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് എല്ലാം ഏറ്റവും ഉചിതമായത് എന്തോ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റേതായിരിക്കണം ഏറ്റവും ഉചിതമായത്. ആ രീതിയിലുള്ള പ്രാർത്ഥന, അതായത് മറ്റുള്ളവരെല്ലാം നശിക്കട്ടെ, ഞാൻ മാത്രം നന്നായാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് സങ്കടങ്ങളില്ല, പരിഭവങ്ങളോ പരാതികളോ ഇല്ല, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നില്ല, മറ്റുള്ളവർക്ക് നാശം വരാൻ വേണ്ടി ഒരു വാക്കുപോലും പറയുന്നില്ല. മറിച്ച് തനിക്ക് കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും ഈശ്വരൻ തരുന്ന പ്രാണവായുവിന് പോലും നന്ദി പറയുന്ന പ്രാർത്ഥന. അതായത് ഭഗവാന്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ അന്നത്തെ ദിവസത്തിന് പോലും നന്ദി പറയുന്ന ആളുകളുണ്ട്. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കിട്ടിയ ഓരോ കാര്യത്തിനും നന്ദി പറയുക. കിട്ടുന്ന അവസരങ്ങൾക്ക്, ഒരു ദിവസത്തേക്ക് പോലും, അന്നത്തെ ദിവസത്തേക്ക് രാവിലെ എഴുന്നേറ്റ ആ മൊമെൻറ്റിൽ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഇന്നത്തെ ദിവസം തന്നതിന്, ഇന്നത്തെ ദിവസത്തേക്കും കൂടി ആയുസ് തന്നതിന് താങ്ക് യു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതാണ് പ്രാർത്ഥന, അതാവണം പ്രാർത്ഥന. നമുക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈശ്വരൻ നമുക്ക് അറിഞ്ഞു നൽകിയ വരദാനങ്ങളും നമ്മളിതുവരെ ശ്രദ്ധിക്കാത്തതും അറിയാത്തതുമായ വരദാനങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഈശ്വരൻ നമുക്ക് നൽകിയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് കിട്ടാത്ത, ലഭിക്കാത്ത, അർഹതയില്ലാത്ത കാര്യത്തിന് നിലവിളിക്കുകയും നെഞ്ചത്തടിക്കുകയും കരയുകയും ചെയ്യാം. ആദ്യം നിങ്ങൾ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കിട്ടിയ എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നന്ദി പറയാനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കിത്തരും. ഓരോ ദിവസത്തെയും ആഹാരത്തിന്, വെള്ളത്തിന് നന്ദി പറഞ്ഞു നോക്കൂ. നാം ആഗ്രഹിക്കുന്ന ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തും. നാം ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന വേതനം, അത്
എത്ര ചെറിയതും ആയിക്കൊള്ളട്ടെ, അത് 10 രൂപയാണെങ്കിൽ പോലും ആ കിട്ടുന്ന 10 രൂപയ്ക്ക് നന്ദി പറയണം. അടുത്ത ദിവസം നിങ്ങൾക്ക് 100 രൂപയ്ക്ക് നന്ദി പറയാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ അടുത്ത ദിവസം അത് 1000 ആവും. നമുക്ക് ലഭിക്കുന്ന വസ്ത്രത്തിന്, നാം താമസിക്കുന്ന ഭവനത്തിന്, വാഹനമുണ്ടെങ്കിൽ അതിന്, നമ്മുടെ ബന്ധങ്ങൾക്ക്, നാം ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക്. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമല്ലേ എനിക്ക് കിട്ടിയത്, അതിൽ പോലും നിങ്ങൾക്ക് നന്ദി പറയാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലേ? വസ്ത്രമില്ലേ? ഇതിനെല്ലാത്തിനും ഉപരിയായി സംസാരിക്കാൻ കഴിവില്ലേ? കേൾവിശക്തിയില്ലേ? കാണാൻ കഴിയുന്നില്ലേ? മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും കഴിയുന്നില്ലേ? ഇതൊക്കെ നമുക്ക് ദൈവം തന്ന വരദാനമാണ്. നന്ദി പറയണം. ഓരോന്നും എടുത്തു പറയാൻ സാധിച്ചില്ലെങ്കിലും ഒരു ദിവസം തുടങ്ങുമ്പോൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ നന്ദി പറയണം, ഒരു ദിവസം നമുക്ക് തന്നതിന്. ഏത് കാര്യം ചെയ്യുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് വളരെ നല്ല ശീലമാണ്. എന്തിനും ഒന്ന് ഭഗവാനെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, മതം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ഒരു ദൈവിക ശക്തിയിൽ അർപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ മനസ്സിനെ അർപ്പിക്കുക. അതാണ് പ്രാർത്ഥന, അതാവണം പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ 3-ൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം. ആലോചിച്ച് നോക്കുക, ഏത് രീതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ധ്യാനം? എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറയുന്നതൊരു അവസ്ഥയാണ്. അതും മനസ്സിലാക്കുക. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് ചില ആൾ പറയുക. മെഡിറ്റേഷൻ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ അങ്ങനെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുന്നതും, ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതുമാണ്. എങ്ങനെയാണ് ദൈവം നമ്മളടുത്ത് സംസാരിക്കുന്നത്? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ധ്യാനം എന്താണ് എന്ന് അറിയണം. എന്താണ് ധ്യാനം? മനസ്സും ശരീരവും ആത്മാവും സംയോജിപ്പിച്ച് അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടി നമ്മളെ അനലൈസ് ചെയ്യണം. ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ണടച്ചിട്ടാണ് ഒട്ടുമിക്ക ആളുകളും ധ്യാനിക്കുക. കണ്ണ് തുറന്നിട്ടും ധ്യാനം ചെയ്യാം, അത് തെറ്റല്ല. അത്രയും നമുക്ക് കോൺസെൻട്രേഷൻ പവർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണ് തുറന്നുകൊണ്ട് ധ്യാനിക്കാം. കാരണം കാഴ്ച നമ്മുടെ ചിന്തകളെ മാറ്റാൻ ശക്തിയുള്ളതാണ്. കാഴ്ച ധ്യാനിക്കുന്ന സമയത്ത് ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നോ തോട്ട് മെഡിറ്റേഷൻ എന്ന്. എന്താണ് നോ തോട്ട് മെഡിറ്റേഷൻ? നമ്മുടെ ഓരോ സെക്കൻഡിലും എത്രത്തോളം ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട് എണ്ണാൻ പറ്റില്ല. അത്രയധികം ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു മണിക്കൂറിലോ ഒരു ദിവസത്തിലോ ഒരു മിനിറ്റിലോ എന്തുമാത്രം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടി? ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് നമ്മളെ അനലൈസ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത്, അതിനെ ക്ലെൻസ് ചെയ്ത്, അത് ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ഹീലിംഗ് കൊടുത്ത് നമ്മൾ പ്യുവർ ആവാനാണ് ശ്രമിക്കുന്നത്. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് നമ്മൾ പരിശുദ്ധമാവാൻ നോക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെ നമ്മൾ എടുത്ത് കളയുകയാണ്.
നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ, അനാവശ്യമായ ചിന്തകളെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കളയണം. അതെങ്ങനെ ക്ലെൻസ് ചെയ്യും? ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ആ ചിന്തകളെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ആത്മാവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയണം. എങ്ങനെ ശുദ്ധീകരിക്കും? നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇതെങ്ങനെ ക്ലിയർ ചെയ്യും? നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതുവരെ സ്റ്റോർ ചെയ്ത് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ദേഷ്യം, അനാവശ്യമായ സങ്കടം, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അനാവശ്യമായ വാശികൾ, അസൂയ, കുശുമ്പ്, കുറ്റബോധം തുടങ്ങി ഒരുപാട് നെഗറ്റിവിറ്റീസ് എല്ലാ മനുഷ്യരിലും ഉണ്ട്, എന്നിലും നിങ്ങളിലും എല്ലാത്തിലും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ടേ? ചെയ്യണം. ഈ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണും തുറന്നിരുന്നാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ചിന്തകളെ അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കില്ല. മറിച്ച് ആ ചിന്തകളുടെ പിന്നാലെ നമ്മുടെ ശ്രദ്ധ പോവും. അതിനാണ് കണ്ണടച്ചിരിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ധ്യാനിക്കാം. കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ അകക്കണ്ണ് തുറക്കും. ഈ അകക്കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റിവിറ്റീസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അവിടെ സംയോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ എങ്ങനെയാണ് അവിടെ ദൈവം നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇനി വേറൊരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയൊരു കാര്യം ഞാൻ എടുത്തിടുകയാണ്. എവിടെയാണ് ദൈവം ഉള്ളത്? നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ, ഈ ഓഡിയോ കേൾക്കുന്ന ഒട്ടുമിക്ക ആളുകളും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ശത്രു സംഹാര പൂജ കഴിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കഴിപ്പിച്ച ആളുകളായിരിക്കും. എന്തിനാണ് ശത്രു സംഹാര പൂജ നമ്മൾ കഴിപ്പിക്കുന്നത്? ചില ആളുകൾ ചോദിക്കും, എൻ്റെ ശത്രുവിൻ്റെ പേര് കഴിക്കണോ അതോ എൻ്റെ പേര് കഴിക്കണോ, ഏതിനാണ് ഫലം ലഭിക്കുക? ചില ആളുകൾ പറയും, കൗണ്ടറിലിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഞാൻ ആരെയും കളിയാക്കിയല്ല കേട്ടോ, തമാശ പറഞ്ഞോന്നേ ഉള്ളൂ. അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളുടെ ശത്രുവിൻ്റെ പേര് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കഴിച്ചോ എന്ന് പറയും. ശരിക്കും ആരുടെ പേരിലാണ് കഴിക്കേണ്ടത്? നമ്മുടെ പേരിലാണ്. എന്തിനാണ് നമ്മുടെ പേരിൽ പോയിട്ട് ശത്രു സംഹാര പൂജ കഴിപ്പിക്കുന്നത്? ആരാണ് നമ്മുടെ ശത്രു? ആരാണ് നമ്മുടെ മിത്രം? നമ്മൾ തന്നെയാണ് നമ്മുടെ മിത്രവും നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും. എന്തെന്നാൽ നാം തന്നെയാണ് നമ്മുടെ ക്രിയേറ്ററും നാം തന്നെയാണ് നമ്മുടെ എനിമിയും. മനസ്സിലാക്കുക, നമ്മളെ സംഹരിക്കാനുള്ള വഴിയും തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നതും നമ്മുടെ തന്നെ പ്രയത്നമാണ്. അതായത് നമ്മളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവായ കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുകയും അതനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോകേണ്ടിയും വരും. മറിച്ച് നമ്മളിൽ പോസിറ്റീവായ തോട്ട്സാണ് വരുന്നതെങ്കിൽ പോസിറ്റീവായ കർമ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം ഒരിക്കലെങ്കിലും ചിന്തിച്ച് വിട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തിരിച്ച് മെഡിറ്റേഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് നമ്മൾ ചിന്തകളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ധ്യാനത്തിലൂടെ അത് സാധിക്കും. കാരണം ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരുന്ന് കണ്ണുകൾ അടച്ച്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തകളുടെ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം 1-2 മിനിറ്റ് പോലും നിങ്ങൾക്ക് തികയ്ക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന വോയിസിൻ്റെ സഹായമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ഒരു ശബ്ദങ്ങളും നിങ്ങളുടെ സഹായത്തിന് വേണ്ട. കാരണം യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു സഹായം വേണ്ട. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരടുത്തോ ആരടുത്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ മറ്റ് സഹായങ്ങൾ ഒന്നും മ്യൂസിക്കോ ഒന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായമാണ്, അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല. വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലാതെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ആദ്യം വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഓരോ തവണ ശ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ അറിയൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ നിങ്ങളറിയുക. അതാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ. ആ പ്രാണനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. പ്രാണൻ്റെ ചലനത്തെ, വേഗതയെ, പോകുന്ന വഴികൾ, നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്ന ദൈവീകതയെ, ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ പ്രാണനെ അറിയുന്ന സമയത്ത്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ തുടക്കത്തിലേ പറയാം. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായിട്ടൊന്നും മനസ്സിലാവില്ല. പതിയെ സാധിക്കും. വളരെ സ്ലോ പ്രോസസ്സാണ്. ക്ഷമ വേണം. വളരെ ക്ഷമയോടുകൂടി പ്രാണനെ അറിയാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. അതും കൂടെ പറഞ്ഞുതരാം. ആദ്യം ഒരു 5 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ദിവസം അതൊരു 7 മിനിറ്റ് ആക്കുക. അതിൻ്റെ അടുത്ത ദിവസം അതൊരു 10 മിനിറ്റ് ആക്കുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സ്വീകാര്യമായ രീതിയിൽ പതിയെ വേണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇരുന്നാൽ അവിടെ കിടന്ന് നിങ്ങൾ ഉറങ്ങത്തേ ഉള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് പറയും വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട്, എന്താ ചെയ്യണേ, എന്താ പറ്റുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തത് നിങ്ങളെ വിശകലനം ചെയ്യാനുള്ളൊരു സമയം കൊടുക്കൂ, ക്ഷമ കൊടുക്കൂ. കാരണം നിങ്ങളുടെ ബ്രെയിൻ അറിയില്ല നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കാൻ പോവാണ്. ഇതുവരെ അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഇല്ല. സോ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അത് സ്വീകരിക്കണമെങ്കിൽ, അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും. ആ സമയം നമ്മൾ കൊടുക്കുക. വളരെ ക്ഷമയോടുകൂടി കണ്ണുകൾ അടച്ചിരുന്ന് ശ്വാസത്തെ ശ്രദ്ധിക്കുക, പ്രാണനെ അറിയുക. ആ സമയത്ത് ആദ്യത്തെ ഒരു 2 to 3 സെക്കൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റും. ഈ പറഞ്ഞ രീതിയിൽ പ്രാണനെ അറിയാനൊക്കെ പറ്റും. നെക്സ്റ്റ് മൊമെൻ്റ് തൊട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും അതിനെ കൺട്രോൾ ചെയ്ത് ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വീണ്ടും ചിന്തകൾ വരും, വീണ്ടും അതിനെ നീക്കം ചെയ്യുക, വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ വരുന്നൊരു സമയം എത്തും. തീർച്ചയായിട്ടും സാധിക്കും. ഏതൊരാൾക്കും സാധിക്കും. അങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അപ്പം നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മളറിയാതെ നമ്മളതിനെ മാറ്റി കൊണ്ടുവരികയാണ്. അങ്ങനെ മാറ്റുന്ന സമയത്ത്, ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരും. നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നെഗറ്റീവ് തോട്ട്സാണ്, ഇതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്വയം അതിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും, പോസിറ്റീവിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ചിന്തകൾ കംപ്ലീറ്റ് പോസിറ്റീവായി മാറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ശ്വാസത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചിന്തകളെ നമ്മൾ മാക്സിമം ഒഴിവാക്കി പൂർണ്ണമായ ശ്രദ്ധ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈശ്വരൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളടുത്ത്. ഒന്ന് ദൈവത്തിനോട് അങ്ങോട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്നും ധ്യാനം എന്നത് ഈശ്വരൻ ഇങ്ങോട്ട് സംസാരിക്കുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ടും രണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് ഈശ്വരൻ പറയുന്നത് കേൾക്കാൻ പറ്റുക? കേൾക്കാൻ പറ്റില്ല എന്നല്ല, നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധയോടെ, അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടി ധ്യാനമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധ്യാനത്തിലിരിക്കുന്നതിന് മുൻപ് അത് മനസ്സിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം പോലും ആ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എഴുതി കാണിച്ചു തരും. ഇംഗ്ലീഷിലാവാം, മലയാളത്തിലാവാം, എഴുതി കാണിച്ചു തരും. ഈ 2 ലാംഗ്വേജ് എന്നല്ല, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് നിങ്ങളെ അറിയിക്കാൻ യൂണിവേഴ്സിനറിയാം. എഴുതി കാണിച്ചു തരും. ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. നിങ്ങൾ കൃത്യമായിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ശബ്ദങ്ങളുണ്ട്. അത് വാഹനങ്ങളുടെ ശബ്ദവും പക്ഷികളുടെ കരച്ചിലും കാറ്റിൻ്റെതും എന്ന് വേണ്ട നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളുടെ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊന്നും അല്ലാത്തൊരു ശബ്ദമുണ്ട്, ഓങ്കാരനാദം എന്ന് പറയും. ഈ ഓങ്കാരനാദത്തെ നമുക്ക് മെഡിറ്റേഷനിൽ കേൾക്കാൻ പറ്റും. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഏകാഗ്രതമായിട്ട് ഇരുന്നുകൊണ്ട് ആ ഒരു കൃത്യമായ ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പം കേൾക്കും. ഇനി നമുക്ക് ഏതെങ്കിലും കാര്യത്തെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഉത്തരം എഴുതി കാണിക്കും, സമയങ്ങൾ കാണിച്ചു തരും. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മെഡിറ്റേഷനുണ്ടാവും. ഇത് നോ തോട്ട് മെഡിറ്റേഷനാണ് ഞാൻ പറയുന്നത്. നോ തോട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇതിങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ച് നമ്മൾ ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇതാണ് ധ്യാനം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്താണ് പ്രാർത്ഥന, എന്താണ് ധ്യാനം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മെഡിറ്റേഷൻ കൃത്യമാകുന്നില്ല. പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ കൃത്യമാവുക? കാരണം രണ്ടാണ്. പ്രാർത്ഥന നമ്മൾ അങ്ങോട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ധ്യാനം നമ്മുടെ അടുത്ത് ഇങ്ങോട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മുടെ മനസ്സിൽ തന്നെ വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ അകക്കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് ധ്യാനം, എന്താണ് പ്രാർത്ഥന എന്നുള്ളത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ മെയിൽ അയക്കാവുന്നവർക്ക് മെയിൽ അയക്കാവുന്നതാണ്. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തു തരാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും ചെയ്തു തരാം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മകളും വന്നു ചേരട്ടെ, നന്നായി വരട്ടെ. താങ്ക് യു.